ഹലോ, കഴിഞ്ഞ ദിവസം നമ്മൾ ഓണം സ്പെഷ്യൽ ഓഫ് വൈറ്റ് ക്രീം ബേസിലുള്ള പല ടൈപ്പ് ഫാബ്രിക്സ് കൊണ്ടുവന്നിരുന്നു. ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കളർഫുള്ളായിട്ട് ഓണം തീമിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ സെറ്റ് സാരികൾക്കൊക്കെ എന്താ പറയുക, ബ്ലൗസായിട്ട് അല്ലെങ്കിൽ ക്രോപ്പ് ടോപ്സ് ആയിട്ട് ഒക്കെ ചെയ്യാൻ പറ്റുന്ന, സാരി ആയിട്ടും കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിൽ ചന്തേരി ബേസിൽ വരുന്ന ബ്രൊക്കേഡ് പോലത്തെയും സരി ബൂട്ടാസ് ഒക്കെ വരുന്ന പോലത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫാബ്രിക്സും നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സും ആണ് കേട്ടോ. ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. എല്ലാം ഒരു 130-140 പെർ മീറ്റർ പ്രൈസ് റേഞ്ചിലാണ് വന്നിട്ടുള്ളത്. ഫസ്റ്റ് വരുന്നത് നല്ലൊരു ബ്രിക്ക് ഓറഞ്ച് ഷെയ്ഡാണ് കേട്ടോ. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് വരുന്നത്. അതിൽ ഇതേപോലെ ആ ഒരു ബൂട്ട വർക്കാണ് വന്നിട്ടുള്ളത്. ഭയങ്കര യെല്ലോ സരി അല്ല, കുറച്ചൊരു സട്ടിൽ ആയിട്ടുള്ള സരി തന്നെയാണ് ആ ബൂട്ട വർക്ക് കൊടുത്തിട്ടുള്ളത്. നമുക്കിത് ധാവണിയായിട്ടും ഒക്കെ മാറ്റാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. സാരി വിട്ട് വരുന്നുണ്ട്. ഇതേപോലെ 44-46 ആണ് വിട്ട് വരുന്നത്. ഫസ്റ്റ് കളർ വരുന്നത് ഇതാണ്. 130 ആണ് പെർ മീറ്റർ പ്രൈസ് വരുന്നത്. ഇതിൽ നെക്സ്റ്റ് കളർ വരുന്നത് ഇതേപോലെ ഒരു ബ്രൈറ്റ് ബ്ലൂ, ഒരു കോപ്പർ സൾഫേറ്റ് ബ്ലൂ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു കളറാണ് കേട്ടോ വന്നിട്ടുള്ളത്. ബനാറസി ബൂട്ടാ വർക്കിലൊക്കെ വരുന്ന പോലത്തെ ഒരു ഫിനിഷാണ് ഈ ഒരു ബൂട്ടാ വർക്കിന് കൊടുത്തിട്ടുള്ളത്. ഗോൾഡൻ ആ ഒരു യെല്ലോ ഗോൾഡൻ കളർ ബൂട്ട ഇഷ്ടമല്ലാത്തവർക്ക് പറ്റിയൊരു ചോയ്സ് ആണ്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കസവ് സാരികളുടെയും കസവ് സെറ്റ് മുണ്ടുകളുടെ ഒക്കെ കൂടെ നല്ല ഭംഗിയായിരിക്കും. ക്രോപ്പ് ടോപ്പിന് ടോപ്സ് ആയിട്ട് നമുക്ക് സ്കേർട്ട് അതേപോലെ ചെയ്ത് ക്രോപ്പ് ടോപ്പ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു കളറാണ്. 130 ആണ് പ്രൈസ് വരുന്നത്. സെമി ചന്തേരി ആണ് ഫാബ്രിക് വരുന്നത്. ഈ ഒരു കളക്ഷനിൽ തന്നെ നെക്സ്റ്റ് കളർ വരുന്നത് ഇതേപോലെയാണ് കേട്ടോ. ഈ ഒരു ചെറുപയർ പച്ച എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ഷെയ്ഡാണ്. എല്ലാം തന്നെ 44-46 ആണ് വിട്ട് വരുന്നത്. ഇങ്ങനത്തെ ഒരു ഡാർക്ക് കളേഴ്സിലൊക്കെ ആ ബൂട്ടാ വർക്ക് നന്നായിട്ട് കാണാനുണ്ട്. ഇതേപോലെ എല്ലാം ഒരേ ഡിസൈനിലാണ് വന്നിട്ടുള്ളത്. കളർ മാത്രമാണ് ചേഞ്ച് ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. സാരി ആയിട്ടും കൂടെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ഫാബ്രിക് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് വൺ വരുന്നത് ഇതേപോലെ നേവി ബ്ലൂ ആണ്. നമുക്കിതിൽ ഈ ഒരു ഡിസൈനിൽ തന്നെ നമുക്ക് പല കളേഴ്സ് ആയിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു കളറിൽ ഈ ബൂട്ടാ വർക്ക് കാണാൻ നല്ല രസമുണ്ട്. ഈ നേവി ബ്ലൂ ഒക്കെ ഒരുപാട് പേര് പ്രിഫർ ചെയ്യുന്ന ഒരു കളറാണ് ഇത്, വിത്ത് ആ ഒരു സറിയുടെയും ഓഫ് വൈറ്റിൻ്റെയും ഒക്കെ ഒരു കോമ്പിനേഷൻ. നെക്സ്റ്റ് ഇതിൽ വരുന്ന കളർ എന്ന് പറയുന്നത് ഈ ഒരു മെജന്ത, ഡാർക്ക് മെജന്ത വാടാർമല്ലി കളറാണ് കേട്ടോ. ഇതേപോലെയാണ് വന്നിട്ടുള്ളത്. എല്ലാം തന്നെ 44-45 ആണ് വിട്ട് വന്നിട്ടുള്ളത്. 1 ലെയറിൽ വരുമ്പോൾ ഇതേപോലെ ഒരുപാട് സീ ത്രൂ ആയിട്ടല്ല വരുന്നത്. പക്ഷെ ലൈനിങ് ഒക്കെ വെച്ച് ലൈനിങ് വെച്ചോ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. കാരണം ഇതിന്റെ ബാക്ക് സൈഡ് ഇതുപോലെ വരുന്നത് കൊണ്ട് ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യാം. പിന്നെ പല പ്രോഡക്ട്സും ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. ബിക്കോസ് അത് കുറച്ചും കൂടെ കാലം ലാസ്റ്റ് ചെയ്യും. ഇതുവരെ കാണിച്ച എല്ലാം 130 പെർ മീറ്റർ വരുന്ന ഫാബ്രിക്സ് ആണ്. നെക്സ്റ്റ് വരുന്നത് ബൂട്ടാ വർക്ക് കുറച്ച് ചേഞ്ച് ആയിട്ട് വരുന്ന ഒരു കോഫി ബ്രൗൺ, ഒരു ഡാർക്ക് കോഫി ബ്രൗൺ ഷെയ്ഡിൽ വരുന്ന ഒരു ഫാബ്രിക് ആണ്. ഇത് കുറച്ചും കൂടിയും സീ ത്രൂ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ചന്തേരി തന്നെയാണ് ബേസ് വരുന്ന ഫാബ്രിക്. സെയിം വിഡ്ത്ത് തന്നെയാണ് വരുന്നത് കേട്ടോ. 44-46 വിഡ്ത്തിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. നല്ലൊരു കളറാണ് വരുന്നത്. സാരിക്ക് നല്ലൊരു ചോയ്സ് ആണിത്. ഇതും പെർ മീറ്റർ പ്രൈസ് വരുന്നത് 130 തന്നെയാണ്. നല്ലൊരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡ്സ് ആട്ടോ. നമ്മൾ ഇതുവരെ കണ്ടതൊക്കെ കുറച്ചൊരു ഡാർക്ക് വേർഷൻസ് ആണ്. ഇത് ലൈറ്റർ ഷെയ്ഡ്സും ചെറിയ ബൂട്ടാ വർക്കും പ്രിഫർ ചെയ്യുന്നവർക്ക് പറ്റിയൊരു ചോയ്സ് ആണ്. ലൈറ്റ് ലാവൻഡർ ആണ്. എന്തെങ്കിലും കളർ ചെറിയ ഡിഫറൻസ് വരാൻ ചാൻസ് ഉണ്ട് ലൈറ്റ് ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ. പക്ഷെ കളർ വരുന്നത് ലൈറ്റ് ലാവൻഡർ ആണ് കേട്ടോ. ഇതേപോലെ 44-45-46 തന്നെയാണ് വിഡ്ത്ത് വരുന്നത്. സാരിക്കും ക്രോപ്പ് ടോപ്സിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പോലെ ചെറിയ ബൂട്ടാ വർക്ക് ഇതിൽ കാണാനുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതും പ്രൈസ് വരുന്നത് 130 തന്നെയാണ്. ഇത് ആ സെയിം ഡിസൈൻ തന്നെ ഡാർക്ക് ഗ്രീനിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഡാർക്ക് ഗ്രീനിൽ ചെറിയ ബൂട്ടാ വർക്ക് വന്നിട്ടുള്ളതാണ്. ഈ ബൂട്ടാ വർക്ക് ഒന്നും തന്നെ എന്താ പറയുക, പ്രിന്റ് അല്ല. ഇതൊക്കെ വീവിൽ വരുന്ന ബൂട്ടാ വർക്കാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എന്താ പറയുക, വാഷ് ചെയ്യുമ്പോൾ പൂവ് അങ്ങനത്തെ ഒന്നുമില്ല. വീവിലാണ് ഈ ബൂട്ടാ വർക്ക് വന്നിട്ടുള്ളത്. ഡാർക്ക് ഗ്രീൻ ആണ് ഈ കളർ വന്നിട്ടുള്ളത്. 130 തന്നെയാണ് പ്രൈസ് വന്നിട്ടുള്ളത്. ഇതും ഒരു ലൈറ്റർ ഷെയ്ഡ് ഓഫ് ഗ്രീൻ ആണ് കേട്ടോ. ഒരു വാഴക്കൂമ്പിന്റെ കളർ എന്നൊക്കെ പറയാം.
പറയാം. അതിൽ ആ ഒരു സട്ടിൽ ആയിട്ടുള്ള ചെറിയ ബൂട്ടാ വർക്ക് വന്നിട്ടുള്ളതാണ്. ഈ ഒരു ഡിസൈനിൽ നമുക്ക് 3 കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 130 തന്നെയാണ് പ്രൈസ് വരുന്നത്. ചെറിയ ബൂട്ടാ വർക്കാണ് ഇത്, പ്രിന്റ് അല്ല, വീവാണ് വരുന്നത്. നമുക്ക് ക്രോപ്പ് ടോപ്സിനും കുട്ടികൾക്ക് ഫ്രോക്ക് അടിക്കാനും ഒക്കെ പറ്റുന്ന പോലത്തെ ഒരു ഫാബ്രിക് ആണ് കേട്ടോ വന്നിട്ടുള്ളത്. ചന്ദേരി ബേസിലാണ് വന്നിട്ടുള്ളത്. 44-46 ആണ് വിഡ്ത്ത് വരുന്നത്. ഈ ഒരു കളക്ഷനിലെ ലാസ്റ്റ് ഡിസൈൻ വന്നിട്ടുള്ളത് ഇതേപോലെ ഒരു ഒണിയൻ പിങ്കിന്റെ ഡാർക്ക് ഷെയ്ഡ് ആണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതിൽ ബൂട്ടാ വർക്ക് പ്ലസ് ഒരു ലൈൻ ഡിസൈനും അതിൽ സീക്വൻസ് വർക്കും കൂടെയാണ് കൊടുത്തിട്ടുള്ളത്. എഡ്ജസ് ഒക്കെ നല്ല ഫിനിഷ് ചെയ്ത് വന്നുകൊണ്ട് തന്നെ നമുക്ക് സാരിക്കൊക്കെ മുറിച്ച് അതേപോലെ യൂസ് ചെയ്യാം. ഇന്റർലോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിന്റെ എഡ്ജസ് ഒക്കെ വന്നിട്ടുള്ളത്. നല്ലൊരു കളർ ഇതാണ് വന്നിട്ടുള്ളത്. അതിൽ ആ ഒരു സീക്വൻസ് വർക്കും കൂടെ വരുന്നതുകൊണ്ട് നല്ലൊരു ഷൈനും ഇതൊക്കെ ഉണ്ട്. 140 പ്രൈസ് റേഞ്ചിലാണ് ഈ ഒരു മെറ്റീരിയൽ അവൈലബിൾ ആയിട്ടുള്ളത്. സിമിലർ ആയതുകൊണ്ടാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിന്റെ കൂടെ ഇതും കൂടെ കാണിച്ചത്. ഇത് മാത്രം ഇന്ന് കാണിച്ചതിൽ 140 ആണ് പ്രൈസ് വരുന്നത്. സീക്വൻസ് വർക്കും ബൂട്ടാ വർക്കും കൂടെ വരുന്നതുകൊണ്ടാണ്. ഇന്ന് കാണിച്ച എല്ലാത്തിന്റെയും ബൂട്ടാ വർക്ക് ഒരിക്കലും ആ ഒരു യെല്ലോ ഷെയ്ഡിലല്ല വന്നിട്ടുള്ളത്. കുറച്ചൊരു സട്ടിൽ ആയിട്ടുള്ള സെറി വർക്കിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. എല്ലാം ഒരു ബനാറസി ബൂട്ട ആ ഒരു ലുക്കിലാണ് വന്നിട്ടുള്ളത്. വിഡ്ത്ത് സിമിലർ ആണ്, 44-46 തന്നെയാണ് ഇതിനും വിഡ്ത്ത് വന്നിട്ടുള്ളത്. കളറ് സ്ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും ഡിഫറൻസ് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അത് ക്യാമറയിൽ വരുന്നത് ലൈറ്റ് ഷെയ്ഡ്സിനാണ് അത് കൂടുതലും അങ്ങനെ വരാറുള്ളത്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷനിൽ നമ്മൾ കാണിക്കുന്നത്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്തോളൂ. താങ്ക്